എന്തേ നേരം വൈകിയത് എന്ന ചോദ്യത്തിന് ഒരു പ്രോജക്റ്റിന്റെ വർക്കുള്ളതിനാൽ വിചാരിച്ച സമയത്ത് ഇറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് അവൾ മറുപടി പറഞ്ഞു. അപ്പോഴേക്കും വൈകുന്നേരം 4 മണി കഴിഞ്ഞതിനാൽ കേക്ക് കട്ട് ചെയ്യാം എന്നതിലേക്ക് അവർ എത്തിച്ചേർന്നു. കത്തിച്ചു വെച്ച മെഴുകുതിരിക്ക് മുന്നിൽ നിന്ന് എല്ലാവരുടെയും സ്നേഹാശംസകൾ ഏറ്റുവാങ്ങി അഗ്നിമിത്ര കേക്ക് കട്ട് ചെയ്തു. ആദ്യം ഒരു കഷ്ണം എടുത്തവൾ പാർവതി രംഗനാഥന്റെ വായിൽ വെച്ചു കൊടുത്തു. തന്റെ വായിൽ വെച്ചതിൽ നിന്നും ഒരു കഷ്ണമെടുത്ത് പാർവതി അഗ്നിമിത്രയുടെ വായിലും വെച്ചു കൊടുത്തു. പിന്നെ മിത്ര തന്നെ കേക്ക് മുറിച്ച് കഷ്ണങ്ങളാക്കി പ്ലേറ്റിൽ വെച്ചുകൊണ്ട് അവിടെയുള്ള എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും കേക്ക് കൊടുത്തു എന്ന് സ്വയം ബോധ്യം വരുത്താനായി അവൾ എല്ലാവരെയും ഒന്ന് നോക്കി. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും സുന്ദരന്മാരും സുന്ദരിമാരുമായി നിൽക്കുന്നുണ്ട്. എന്നാൽ അവൾ തേടിയ ഒരു മുഖം മാത്രം അവിടെ എങ്ങും കണ്ടില്ല. പാർവതിയെ ലക്ഷ്മിയുടെ എന്താണെന്നറിയില്ല അഗ്നി. ഇന്ന് കാലത്ത് മുതൽ ലക്ഷ്മിക്ക് തീരെ വയ്യ. ഒരേ കിടപ്പ. ഓൾഡ് ഏജ് ഹോമിന്റെ നടുത്തളത്തിൽ വെച്ചാണ് കേക്ക് കട്ടിങ്ങും ആഘോഷവും ഒക്കെ നടന്നത്. നടുത്തളത്തിന് ചുറ്റുമാണ് ആ ബിൽഡിംഗിലെ റൂമുകൾ മൊത്തം. ആകെ 27 റൂമുകളാണ് ആ ബിൽഡിംഗിലുള്ളത്. റൂമുകൾക്ക് നമ്പറുകളല്ല, 27 നാളുകളാണ്. അശ്വതി ഓഫീസ് റൂമാണ്, ഭരണി റിസപ്ഷനും. കാർത്തിക മുതൽ ചിത്ര വരെയുള്ള റൂമുകൾ താഴെയാണ്. ചോറ് മുതൽ പോളിട്ടാതി വരെ മേലെയും. ഉത്രട്ടാതി ആ ബിൽഡിംഗിന്റെ അടുക്കളയാണെങ്കിൽ രേവതി ഭക്ഷണശാലയാണ്. അവൾ നടുത്തളത്തിൽ നിന്നും തിരുവാതിരയിലേക്ക് നടന്നു. 48-കാരിയായ ലക്ഷ്മിയും 65-കാരിയായ സുഭദ്രാമയും തിരുവാതിരയിലാണ് താമസം. അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറന്ന് അഗ്നിമിത്ര ഉള്ളിലേക്ക് കടന്നു. ബെഡിൽ കണ്ണടച്ച് കിടക്കുകയാണ് ലക്ഷ്മി. ലക്ഷ്മ എന്തുപറ്റി? വയ്യേ? പനിക്കുന്നുണ്ടോ? അവൾ ലക്ഷ്മിയുടെ അടുത്തിരുന്നു. അപ്പോഴും അടച്ചു പിടിച്ച കൺപീലികൾക്കിടയിലൂടെ നീർക്കണങ്ങൾ ഒഴുകിയിറങ്ങുന്നത് മിത്ര കണ്ടു. എന്തിനാ ഇത്രയും സങ്കടപ്പെടുന്നത്? എന്റെ ലക്ഷ്മിയല്ലേ, എന്നോട് പറ. കണ്ണുകൾ തുറന്ന ലക്ഷ്മി മിത്രയുടെ കവളിൽ തലോടി. വെറുതെ ഓരോന്നോർത്തു. ഇന്നത്തെ ദിവസം എന്റെ അഗ്നിക്ക് സന്തോഷം നിറഞ്ഞതാണെങ്കിൽ അഗ്നിയുടെ ലക്ഷ്മിക്ക് ഇന്ന് സങ്കടത്തിന്റെ ദിനമാണ്. ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രം സംഭവിച്ച ദിവസം. മിത്ര സങ്കടത്തോടെ ലക്ഷ്മിയെ നോക്കിയിരുന്നു. 1 വർഷം കഴിഞ്ഞു ലക്ഷ്മിയുടെ വന്നിട്ട്. ഇന്നത്തെ ദിവസത്തിന്റെ ഓർമ്മയിൽ അവരെ അലട്ടുന്ന പ്രശ്നം എന്തെന്ന് അവർ ഇതുവരെ ആരോടും പങ്കുവച്ചിട്ടില്ല. മിത്രയും അക്കാര്യം ഒരിക്കൽ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഒരിക്കൽ ഞാനത് പറയും, അതുവരെ എന്നോടൊന്നും ചോദിക്കരുത്. അതായിരുന്നു ലക്ഷ്മിയുടെ മറുപടി. 48 വയസ്സുള്ള ലക്ഷ്മി സുന്ദരിയായിരുന്നു. നീണ്ടു ചുരുണ്ട മുടി, വെളുത്ത നിറം, നെറ്റിയിൽ ഓരോ വെള്ളി രോമങ്ങൾ. കട്ടിപ്രയമുള്ള ഒരു കണ്ണട ലക്ഷ്മിയുടെ മുഖത്തിന് ഭംഗി കൂട്ടുന്നതായിരുന്നു. പാർവമ്മയാണ് ലക്ഷ്മിയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അത് മിത്രയ്ക്കറിയാം. ചിലപ്പോൾ ലച്ചുമ്മ പാർവമ്മയോട് എല്ലാം പറഞ്ഞിട്ടുണ്ടാവാം. എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും ലച്ചുമ്മ, ഇന്നെന്റെ പിറന്നാളല്ലേ, എനിക്ക് വേണ്ടി എന്റെ സന്തോഷത്തിന് വേണ്ടി ലച്ചുമ്മ ഇതിലെല്ലാം പങ്കുചേർത്തതല്ലേ. സാരല്ലേ, വായനകൾക്ക് ഞാനിതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. നമുക്ക് 2 പേർക്കും കൂടെ ഊണ് കഴിക്കാം. മിത്ര ലക്ഷ്മിയെ നിർബന്ധിച്ച് തന്നോടൊപ്പം കൂട്ടി ഭക്ഷണശാലയായ രേവതിയിലേക്ക് നടന്നു. ഓരോന്ന് പറഞ്ഞും ചിരിച്ചും മിത്ര ലക്ഷ്മിയുടെ മൂഡ് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിൽ ഒരുവിധം അവൾ വിജയിക്കുക തന്നെ ചെയ്തു. ഊണ് കഴിഞ്ഞ് വന്നതിന് ശേഷം നടുത്തളത്തിൽ വെച്ച് എല്ലാവർക്കും ഒപ്പം ഡാൻസ് ചെയ്തു. ആട്ടവും പാട്ടും എല്ലാം കഴിയുമ്പോഴേക്കും സമയം 6 മണി കഴിഞ്ഞിരുന്നു. ഇനിയും നിന്നാൽ വീട്ടിൽ മീനോട്ട് ചൂലെടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ വേഗം എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. വീട്ടിലേക്ക് സ്കൂട്ടി മിന്നിക്കുന്നതിന് ഇടയിലാണ് വലിയൊരു പൊട്ടിത്തെറിയോടെ സ്കൂട്ടിയുടെ ടയർ പഞ്ചറായത്. ഇനിയിപ്പോ എന്ത് ചെയ്യും ഭഗവാനെ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് തൊട്ടു പിന്നിൽ ഒരു ബുള്ളറ്റ് വന്നു നിന്നത്. അവളൊരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. സൈഡ് സ്റ്റാൻഡിൽ നിർത്തി ബുള്ളറ്റിൽ നിന്നും പോലീസ് യൂണിഫോമിൽ ചാടിയിറങ്ങുന്ന ആളെ കണ്ടതും മിത്രയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇൻസ്പെക്ടർ കിഷോർ മാധവ്, മിത്രയുടെ സ്വന്തം കിച്ചു. എന്താ നീ, വണ്ടിക്ക് എന്ത് പറ്റി? അവൻ അവൾക്ക് അടുത്തേക്ക് വന്ന് ചോദിച്ചു. ടയർ പഞ്ചറായി, അവൾ ചമ്മിയ മുഖത്തോടെ പറഞ്ഞു. ടയർ പഞ്ചറാകുന്നത് ലോകത്തെ ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ, പിന്നെന്തിനാ നിന്റെ മുഖത്തൊരു ചമ്മൽ? ചമ്മൽ ലഭിച്ചു. ഇപ്പൊ തന്നെ 6 മണി കഴിഞ്ഞു. മീനോട്ടിയുടെ കയ്യിൽ നിന്ന് തല്ലുറപ്പ. ടെൻഷൻ അടിച്ച് സ്പീഡിൽ പോകുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു പണി കിട്ടിയത്. മീനു ആന്റിയുടെ കയ്യിൽ നിന്നുള്ള തല്ല് നിനക്ക് പുത്തരിയല്ലോ. അവൻ അവളെ കളിയാക്കി. ഒരു കാര്യം ചെയ്യാം, വണ്ടി നമുക്കിവിടെ സൈഡാക്കി വയ്ക്കാം. സുരേഷിനെ വിളിച്ച് പറഞ്ഞ അവൻ വണ്ടി എടുത്ത് കൊണ്ടുപോയിക്കൊള്ളും. നാളെ അവന്റെ ഗാരേജിൽ പോയി വണ്ടി വാങ്ങിച്ചാൽ മതി. അതിന്റെ ചാവി ഇങ്ങതാ, ഞാൻ ആ കടയിൽ കൊടുക്കാം. മിത്ര ചാവി കൊടുത്തതും കിഷോർ അത് അടുത്ത കടയിൽ കൊണ്ടുപോയി കൊടുത്തു. അതിനുശേഷം ഫോൺ എടുത്ത് സുരേഷിനെ വിളിച്ച് വണ്ടിയുടെ കാര്യം ഏൽപ്പിക്കുകയും ചെയ്തു. തിരിച്ചു വന്നവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഭവതിയോട് ഇതിന്റെ പിന്നിൽ കയറാൻ പ്രത്യേകിച്ച് പറയണോ? അവൻ ദേഷ്യത്തോടെ അവളെ നോക്കിയതും മിത്ര വേഗം ബുള്ളറ്റിന്റെ പുറകിലേക്ക് ചാടി കയറിയിരുന്നു. ചേട്ടന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോ എന്റെ കൊച്ചു കുറെ വെള്ളം കുടിക്കും. കിഷോർ ബുള്ളറ്റിന്റെ മിററിലൂടെ അവളെ നോക്കി മീശ പിരിച്ചു.
അന്നേരം ഈ അഗ്നിമിത്ര ക്ഷാട്ന എന്ന് വരപ്പിക്കുമല്ലോ. അവളും അതേ നാണയത്തിൽ തന്നെ പറഞ്ഞു, കാണാം. കാണാമൊന്നുമില്ല. ഒന്നുമില്ലേ? അവൻ പുറകിലേക്ക് തിരിഞ്ഞ് ഒരു കണ്ണിറക്കി ചോദിച്ചു. അവൾ അവന്റെ തലയ്ക്ക് ഒരു കൊട്ടു കൊടുത്തു. നേരെ നോക്കി വണ്ടി ഓടിക്കും പോലീസെ. ട്രാഫിക് നിയമം പോലീസിനും ബാധകമാണ്. ഉത്തരവ്. അവൾ ചിരിച്ചുകൊണ്ട് ഇരുകയും അവന്റെ വയറിലൂടെ ചുറ്റുപിടിച്ചു. കുറച്ചു ദൂരം പോയപ്പോൾ അവർക്ക് സിഗ്നൽ കാത്തു കിടക്കേണ്ടി വന്നു. മുന്നിൽ നിരനിരയായി കിടക്കുന്ന വാഹനങ്ങൾ. അഗ്നി, അവൻ പതിയെ വിളിച്ചു. എന്റെ പെണ്ണിന്റെ പിറന്നാളല്ലേ എന്ന്. എന്റെ വക സമ്മാനം വേണ്ടേ? അവൾ മിററിലൂടെ അവന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. കിഷോർ പാന്റിന്റെ പോക്കറ്റിൽ നിന്നും ഒരു ചെപ്പെടുത്ത് തുറന്നു. അതിൽ നിന്നും ഒരു ചുവന്ന കടലാസ പൊതിയെടുത്ത് അവളുടെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. എന്ന് ആലേഖനം ചെയ്ത ഒരു ലവിന്റെ ആകൃതിയിലുള്ള സ്വർണ്ണ ലോക്കറ്റ്. അവൾ അതും കയ്യിൽ പിടിച്ചുകൊണ്ട് അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. ഇഷ്ടായോ എന്റെ അഗ്നിക്ക്? അവൾ അവന്റെ പുറത്ത് തലവച്ച് കിടന്നുകൊണ്ട് പോയി. അഗ്നി, ദയസിദ്ധു. എവിടെ? അവൾ പെട്ടെന്ന് നേരെ ഇരുന്നു കൊണ്ട് ചോദിച്ചു. കിഷോർ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കിയതും മിത്രയുടെ സർവ്വനാടിയും തളർന്നുപോയി. നിർത്തിയിട്ട വണ്ടികൾക്കിടയിലൂടെ റോഡിന്റെ മറുപുറത്തു നിന്നും ഇങ്ങോട്ട് നടന്നു വരുന്ന സിദ്ധാർത്ഥ്. തങ്ങളുടെ നേരെ തന്നെയാണ് ആ വരവെന്ന് ഇരുവർക്കും മനസ്സിലായി കഴിഞ്ഞിരുന്നു. അതോടെ മിത്ര വേഗം ബുള്ളറ്റിൽ നിന്നും ചാടിയിറങ്ങി. അപ്പോഴേക്കും സിദ്ധാർത്ഥ് അവർക്കടുത്തെത്തി കഴിഞ്ഞിരുന്നു. നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവന്റെ കൂടെ കണ്ടുപോകരുതെന്ന്. വാടിയിങ്ങോട്ട്. പാഞ്ഞു വന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ അലറി. പിന്നെ കിഷോറിന്റെ നേർക്ക് തിരിഞ്ഞു. തെരുവിൽ ഭിക്ഷയെടുത്ത് നടക്കുന്നവനെ കൊടുക്കേണ്ടി വന്നാൽ പോലും നിനക്ക് തരില്ല ഞാനിവിടെ. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു രംഗം ഞാൻ കാണാൻ ഇടവരരുത്. സിദ്ധാർത്ഥ് മിത്രയുടെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. ഒന്നേ. കിഷോറിന്റെ വിളി കേട്ട് സിദ്ധാർത്ഥ് തിരിഞ്ഞു നിന്നു. കിഷോർ മാധവ് ഈ ജന്മം ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി കിട്ടുന്നുണ്ടെങ്കിൽ അത് അഗ്നിമിത്രയുടെ കഴുത്തിലായിരിക്കും. സിദ്ധാർത്ഥിന്റെ ചുണ്ടുകൾ പുച്ഛത്തിൽ ഒന്ന് കോടി. എങ്കിൽ കിഷോർ മാധവ് എന്ന നീ ഈ ജന്മം പെണ്ണ് കെട്ടത്തില്ല. അതും പറഞ്ഞുകൊണ്ടവൻ മിത്രയുമായി റോഡിനപ്പുറത്തേക്ക് നടന്നു. കുറ്റവാളിയെ വലിച്ചുകൊണ്ട് പോകുന്നത് പോലെയുള്ള ആ പോക്ക് കണ്ട് കിഷോറിന് ചിരിപൊട്ടി. ആ നിമിഷമാണ് മിത്ര അവനെ തിരിഞ്ഞു നോക്കി സൈറ്റ് അടിച്ചത്. അതോടെ അവന്റെ ചിരി ഒന്നുകൂടി മനോഹരമായി. മുറ്റത്തേക്ക് ഇരച്ചു കയറി വന്ന കാറിൽ നിന്നും മിത്രയെ വലിച്ചിറക്കിക്കൊണ്ട് കനത്ത മുഖത്തോടെ കയറി വരുന്ന സിദ്ധാർത്ഥിനെ കണ്ട് മീനു വല്ലാതെ പകച്ചുപോയി. എന്താ കാര്യം? പാഞ്ഞു വന്നവൻ അവളെ ഹാളിലെ സോഫയിലേക്ക് തള്ളിയിട്ടു. സോഫയിൽ കിടന്നുകൊണ്ട് അവൾ അമ്മയെയും ഏട്ടനെയും മാറി മാറി നോക്കി. നിന്റെ സ്കൂട്ടി എവിടെ? അവൻ അവൾക്ക് നേരെ നോക്കി അലറി. അത് ഇടയ്ക്ക് വെച്ച് പഞ്ചറാവും. പഞ്ചറായില്ലെങ്കിലേ അതിശയമുള്ളൂ. സത്യമായിട്ടും അത് പഞ്ചറായതാ? ശരി, പഞ്ചറായി, സമ്മതിച്ചു. നിന്റെ ഫോണിൽ അവന്റെ നമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ നമ്പർ ഉണ്ടായിരുന്നില്ലേ? കലിപ്പോണ്ട് നിൽക്കുന്ന സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ തലകുനിച്ചു. മിത്ര ചോദിച്ചത് കേട്ടില്ലേ? സത്യമായിട്ടും ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. ആ സമയത്ത് തിരിച്ചു അതുവഴി വന്നതാണ്. വരും, അതല്ലേ അവന്റെ ഡ്യൂട്ടി. വഴിയൂടെ പോകുന്ന പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് നോക്കലാണ് അവന്റെ പണി. താൻ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മിത്രയ്ക്ക് മനസ്സിലായി. അതോടെ അവൾ പിന്നെ ഒന്നും മറുപടി പറഞ്ഞില്ല. പലവട്ടം ഞാൻ നിന്നോട് പറഞ്ഞ കാര്യമാണ് അവന്റെ കൂടെ നിന്നെ കാണാൻ ഇടവരരുത് എന്ന്. ഇനി ഒരിക്കൽ കൂടി എന്നെ കൊണ്ടത് പറയിക്കരുത്. മനസ്സിൽ എന്തെങ്കിലും മരുതാത്ത മോഹങ്ങളുണ്ടെങ്കിൽ നുള്ളിക്കളഞ്ഞേക്ക്. ഞാൻ ജീവിച്ചിരിക്കുക നിന്നെ അവന് കൊടുക്കില്ല. ഇത് സിദ്ധാർത്ഥന്റെ ഒരു തരം വാശിയാണെന്ന് കൂട്ടിക്കോ. അതും പറഞ്ഞവൻ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. വല്ലാത്തൊരു വേദനയോടെ അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. അന്നേരം അവളുടെ മനസ്സിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് നടന്നിരുന്ന രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ മുഖമായിരുന്നു. അന്നത്തെ ആ സ്നേഹിതരിൽ നിന്നും ഇന്നത്തെ ശത്രുക്കളിലേക്ക് അവർ മാറിയത് എങ്ങനെയെന്ന് അവർക്ക് മാത്രമേ അറിയൂ. അവളുടെ ചുടികളിൽ വേദന കലർന്ന ഒരു ചിരി വിടർന്നു. എന്താ മിത്ര, എന്താ ഉണ്ടായത്? നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നീ ആരുടെ കൂടെയായിരുന്നു? നിന്റെ സ്കൂട്ടി എവിടെ? ഒറ്റ ശ്വാസത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചു മീനു. അവൾ നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കാതെ തന്നെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ ലേറ്റായിരുന്നു. സാമാന്യ സ്പീഡിൽ തന്നെ വണ്ടി ഓടിച്ചു വരുമ്പോഴാണ് സ്കൂട്ടിയുടെ ബാക്കിലെ വീൽ പഞ്ചറായത്. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് കിച്ചു അതുവഴി വന്നത്. അതോടെ മെക്കാനിക് ഷോപ്പുകാരനെ വിളിച്ച് പറഞ്ഞേൽപ്പിച്ചിട്ട് എന്നെ കൂട്ടി ഇങ്ങോട്ട് വരികയായിരുന്നു. അന്നേരം അതും കണ്ടുകൊണ്ടുവന്ന ഏട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നെ മാത്രമല്ല കിച്ചുവിനെയും ഒത്തിരി വഴക്ക് പറഞ്ഞു. ഞാൻ കിച്ചുവിൻ്റെ വണ്ടിക്ക് പിറകെ കയറിയതിൽ തെറ്റുണ്ടോ മീനൂട്ടി? മീനു മിത്രയ്ക്കരികിലിരുന്ന് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവളുടെ മുടിയിൽ അരുമയോടെ തലോടി. ഇതിലെ തെറ്റേതാ ശരിയേതാതൊന്നും എൻ്റെ കുട്ടി ഇപ്പോൾ ചിന്തിക്കേണ്ട. ഏട്ടനനുസരിക്കൂ, അത്ര തന്നെ. അവൻ പറഞ്ഞത് കേട്ടില്ലേ നീ? അരുതാത്ത വല്ല മോഹങ്ങളും മനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ കളഞ്ഞേക്ക്. അവൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങൾക്കും ഞങ്ങളും കൂട്ടു നിൽക്കില്ല.
മിത്ര മറുപടിയൊന്നും പറയുന്നില്ലെന്ന് കണ്ടതും മീനു എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. ഇപ്പോൾ അവളെ തനിച്ചു വിടുകയായിരിക്കും നല്ലതെന്ന് അവർക്ക് തോന്നി. അവൾ പതിയെ എഴുന്നേറ്റ് ബാഗുമെടുത്ത് മുകളിലെ തൻ്റെ റൂമിലേക്ക് പോയി. അപ്പോഴും അവളുടെ ഇടത് കൈയിൽ അവൻ കൊടുത്ത സമ്മാനപ്പൊതി ഉണ്ടായിരുന്നു. ബെഡിലേക്ക് ഇരുന്നു കൊണ്ടവൾ ആ സമ്മാനപ്പൊതി ഒന്നുകൂടി തുറന്നു നോക്കി. കണ്ണുകൾ ഇറുക്കി അടച്ചതും നീർക്കണങ്ങൾ കവിളിലേക്ക് ഇറന്നു വീണു. ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അവൾ അടച്ച കണ്ണുകൾ തുറന്നു. അതിനുശേഷം ആ പൊതി അവൾ ബെഡിന്റെ അടിയിലേക്ക് വെച്ചു. എന്നിട്ട് അവൾ എഴുന്നേറ്റ് പോയി വാതിൽ ലോക്ക് ചെയ്തുകൊണ്ട് ബാഗിൽ നിന്നും ഫോൺ കയ്യിലെടുത്തു. അതിനുശേഷം അവൾ കിച്ചുവിന്റെ ഫോണിലേക്ക് വിളിച്ചു. അഗ്നി. ഫോൺ എടുത്തതും അവന്റെ സ്നേഹനിർഭരമായ വിളിയെത്തി. കിച്ചു, നീയും ഏട്ടനും തമ്മിൽ എന്താ പ്രശ്നം? ഒട്ടും മയമില്ലാത്ത സ്വരത്തിൽ അവൾ ചോദിച്ചു. അപ്പുറത്ത് മറുപടിയില്ല. ആ പ്രശ്നം എന്തോ ആവട്ടെ, നിനക്കത് സോൾവ് ചെയ്യാൻ കഴിയുമോ? ആ പ്രശ്നം സോൾവ് ചെയ്യാൻ ഞാൻ മാത്രം വിചാരിച്ചാൽ കഴിയില്ല അഗ്നി. അവനും കൂടെ സഹകരിക്കണം. നിനക്കതിന് മുൻകൈയെടുത്തൂടെ? അഗ്നി ക്ഷമിക്കണം, ഞാൻ മുൻകൈയെടുത്തിട്ട് ഒരു കാര്യവുമില്ല. ഒരു നിമിഷം മിത്ര മൗനം പൂണ്ടു. കിച്ചു, ഞാനൊരു കാര്യം പറയട്ടെ? നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം. അതെന്താ ഇപ്പോൾ അങ്ങനെ തോന്നാൻ? നിനക്കെന്നെ മടുത്തോ? അതോ അവൻ പറഞ്ഞോ ഞാനുമായുള്ള പ്രണയം നിർത്താൻ? അവന്റെ സ്വരത്തിന് മുറുക്കം വന്നതും അവൻ കലിപ്പിലാണെന്ന് മിത്രയ്ക്ക് മനസ്സിലായി. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ നമുക്കൊരുമിച്ച് ജീവിക്കാൻ കഴിയില്ല കിച്ചു. പിന്നെ അവരെയൊക്കെ ധിക്കരിച്ചുകൊണ്ട് എനിക്ക് നിന്റെ കൂടെ ഇറങ്ങി വരേണ്ടിയും വരും. നീ എനിക്ക് എത്രമേൽ പ്രിയപ്പെട്ടതാണോ അത്രമേൽ പ്രിയപ്പെട്ടതാണ് എനിക്കെൻ്റെ ഏട്ടനും. എന്നുവെച്ച് നിന്റെ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള അവകാശം നിനക്കില്ലേ? കിച്ചു, ഞാനൊരു PG സ്റ്റുഡൻ്റാണ്. അതുകൊണ്ട് എൻ്റെ പ്രായം നിനക്കറിയാമല്ലോ. ഒരു കല്യാണത്തിനുള്ള പ്രായമൊന്നും എനിക്കിപ്പോൾ ആയിട്ടില്ല. മുന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. പ്രണയം എന്നതിനെ നീക്കി നിർത്തി നമുക്ക് സൗഹൃദത്തിനെ കൂട്ടുപിടിക്കാം. വിവാഹത്തിലേക്ക് അടുക്കുന്ന സമയത്ത് നമുക്കതിനെക്കുറിച്ച് ചിന്തിച്ചാൽ പോരെ? വിവാഹം എന്നത് ഒരുതരം സ്വന്തമാക്കലാണ് കിച്ചു. ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം സ്വന്തമാക്കുന്നത് പോലെ. ശരി, നിന്റെ മനസ്സിൽ എന്താണെന്ന് ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. 3 വർഷം ഞാൻ നിന്റെ മുന്നിലേക്ക് വയ്ക്കുന്നു. ആ 3 വർഷവും നീ എൻ്റെ പ്രണയിനി ആയിരിക്കുകയില്ല, മറിച്ച് ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. 3 വർഷത്തിന് ശേഷം ഞാനൊരു തീരുമാനമെടുക്കും. ആ തീരുമാനത്തോട് നീ യോജിച്ചില്ല എങ്കിൽ ആ നിമിഷം നമ്മൾ ഗുഡ് ബൈ പറയും. അതിന് അഗ്നിമിത്ര ഒരുക്കമാണോ? ഞാൻ ഓക്കെയാണ്. ഒട്ടും ആലോചിക്കാതെയായിരുന്നു മിത്രയുടെ മറുപടി. ശരി, നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഒരു ഫ്രണ്ട് എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെടാം. ഞാനത് ചെയ്തു തന്നിരിക്കും. അതിന് മറുപടിയായി അവളുടെ ചുണ്ടിൽ വേദന നിറഞ്ഞൊരു ചിരി വിരിഞ്ഞു. ശരി, നീ റെസ്റ്റ് എടുക്ക്, നമുക്ക് പിന്നെ സംസാരിക്കാം. ഫോൺ ഓഫ് ചെയ്തു വെച്ചതിന് ശേഷം അവൾ ഡോർ ഓപ്പൺ ചെയ്ത് ബെഡിൽ തന്നെ വന്നു കിടന്നു. ആ കിടപ്പിൽ അവൾ ഉറങ്ങിപ്പോയി. തന്റെ മുടിയിലൂടെ ആരോ മൃദുവായി തഴുകുന്നതറിഞ്ഞാണ് മിത്ര മിഴികൾ തുറന്നത്. തന്റെ അരികിലിരിക്കുന്ന ഏട്ടനെ കണ്ട് അവൾ തന്റെ തല അവന്റെ മടിയിലേക്ക് എടുത്തു വെച്ചു. പാന്റിനുള്ളിലൂടെ നനവ് തുടയിലേക്ക് എടുത്തപ്പോഴാണ് തന്റെ മടിയിൽ മുഖം ചേർത്ത് അവൾ കരയുകയാണെന്ന് അവന് ബോധ്യമായത്. മിത്ര, അവന്റെ കൂടെ മോളെ കാണുന്നത് ഏട്ടൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ്. ഏട്ടൻ എങ്ങനെയൊക്കെ അവൻ പകുതിയിൽ നിർത്തി. എനിക്ക് കിച്ചുവിനെ ഇഷ്ട, കിച്ചുവിന് എന്നെയും ഇഷ്ട. എന്നാൽ ഞങ്ങൾ ഇന്നു മുതൽ ആ ഇഷ്ടങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും. ഇനി ഞങ്ങൾക്കിടയിൽ പ്രണയമില്ല. ആ വാക്കുകൾ വിശ്വസിക്കാനാവാതെ സംശയത്തോടെ സിദ്ധാർത്ഥ അവളെ നോക്കി. ഏട്ടന്റെ സമ്മതമില്ലാതെ അവൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. സത്യം. ഏട്ടന്റെ മിത്ര ഏട്ടനോട് നുണ പറയില്ല. സിദ്ധാർത്ഥന്റെ മിഴികൾ നിറഞ്ഞു. അവനേക്കാൾ നല്ലതിനെ ഏട്ടൻ കൊണ്ടുതരും എൻ്റെ മോൾക്ക്. അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ മടിയിൽ നിന്ന് മുഖമുയർത്തി എഴുന്നേറ്റിരുന്നു. അതിന് ഇനിയും സമയമുണ്ടല്ലോ ഏട്ടാ. 2-3 കൊല്ലം കഴിയട്ടെ. പിന്നെ എനിക്ക് ഏട്ടനോട് പറയാനുള്ള വേറൊരു കാര്യം, ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ജോബിൽ എനിക്ക് കിച്ചുവിൻ്റെ സഹായം ആവശ്യമായി വരും. അതിനെ ഏട്ടൻ തെറ്റായി കാണരുത്. ചിലപ്പോൾ എനിക്ക് കിച്ചുവിൻ്റെ കൂടെ യാത്ര ചെയ്യേണ്ടതായും വരും. എങ്കിലും ഞാൻ വാക്ക് തരുന്നു, ഫ്രണ്ട് എന്നതിലപ്പുറം കിച്ചു എനിക്ക് ആരുമായിരിക്കില്ല. അവൾ സിദ്ധാർത്ഥിന്റെ കയ്യിൽ അവളുടെ കൈത്തലം അമർത്തി. അച്ഛനും അമ്മയും കാത്തിരിക്കുന്നു. നമുക്ക് ഭക്ഷണം കഴിക്കാം. നിന്നെ വഴക്ക് പറഞ്ഞെന്നും പറഞ്ഞ് മീനൂട്ടി ഭയങ്കര കലിപ്പിലാണ്. അതോടെ പുഞ്ചിരിയോടെ എഴുന്നേറ്റ് അവൾ അവനോടൊപ്പം താഴേക്ക് പോയി.